ഹലോ എവരി വൺ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ അസർബൈജാനിൽ നമ്മൾ 5 ഡേയ്സിന് പോയ ഫുൾ ഡീറ്റെയിൽസും ടിപ്സും ഞാൻ തരുന്നതാണ്. പലപ്പോഴും ഞാൻ ഓരോ ട്രിപ്പിനും പോകുമ്പോഴും തിരിച്ചു വരുമ്പോൾ കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് ഡീറ്റെയിൽസ് ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ ആലോചിച്ചു ഇനിയിപ്പോൾ എന്തായാലും ഒരു വീഡിയോ ഇട്ടേക്കാൻ തന്നാൽ പിന്നെ എല്ലായിടത്തും അത് നോക്കി റെഫർ ചെയ്യാൻ പറയാമല്ലോ. ഈ ഒരു ട്രിപ്പ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. കാരണം ഞാൻ കുറേ വർഷങ്ങളായിട്ട് ഞാൻ പ്ലാൻ ചെയ്തൊരു കാര്യമാണ് എൻ്റെ പാരൻസിനെ ഒരു ട്രിപ്പിന്, ഇൻ്റർനാഷണൽ ട്രിപ്പിന് കൊണ്ടുപോകണമെന്ന്. പക്ഷേ കുറേ സിറ്റുവേഷൻസ് കാരണം പറ്റില്ല. കാരണം അവർ ഇന്ത്യയിലാണ്, ഞങ്ങൾ UAE-യിലാണ്. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് വിസ ഒക്കെ കിട്ടാൻ ചില കൺട്രീസിലേക്ക് കുറച്ച് ഡിഫിക്കൽട്ടാണ്, നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ആ ഒരു രീതിയിൽ ഇങ്ങനെ ഇത് എല്ലാ വർഷവും നീണ്ടുപോയി. ബട്ട് ഫൈനലി നമ്മൾ അസർബൈജാൻ്റെ വിസ എടുത്തു, നമ്മൾ അവിടെ എത്തി. അപ്പം ഞാൻ എല്ലാ ഡീറ്റെയിൽസും ഞാൻ തരുന്നതാണ്. ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കണ്ടാൽ നിങ്ങൾക്കിപ്പോൾ കുട്ടികളായിട്ടാണെങ്കിൽ അല്ലെങ്കിൽ എൽഡർലി ആയിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഉള്ള പ്ലാൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. പിന്നെ നമുക്കവിടെ പറ്റിയ ഈസിയുള്ള ടിപ്സ്, നമുക്കവിടെ ഇഷ്യൂസ് ഉണ്ടായത്, ചാലഞ്ചസ് ഉണ്ടായത് എല്ലാം ഞാൻ വരുന്ന വീഡിയോസിലും ഇൻക്ലൂഡ് ചെയ്യും. ടാക്സി ഏതാ എടുക്കുന്നത് നോക്കട്ടെ, ബോൾട്ട് അല്ലേ, കാണിച്ചു തരുമോ? ടെർമിനൽ 1 ആണോ 2 ആണോ നോക്കണം. ഇപ്പോൾ ട്രിപ്പിൻ്റെ ഡീറ്റെയിൽസ് പറയാമെന്ന് വെച്ചാൽ വിസ പ്രോസസ്സ് എന്ന് വെച്ചാൽ വളരെ ഈസിയാണ്. ഒരാൾക്ക് വരുന്നത് $25 ആണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അസർബൈജാൻ വിസ ഓൺലൈൻ. കുറേ ഏജൻസീസ് ഉണ്ട് നിങ്ങൾക്ക് വിസ എടുത്ത് തരാൻ ഹെൽപ്പ് ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ ഒരു ആവശ്യമില്ല എക്സ്ട്രാ ചാർജസ് കൊടുക്കേണ്ടത്. വളരെ ഈസിയുള്ളൊരു സൈറ്റാണ്. നല്ല ഈസി ആയിട്ടൊന്ന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ആകെ വേണ്ടത് നല്ലൊരു ക്ലിയർ പാസ്പോർട്ട് കോപ്പിയും ഫോട്ടോ ആണ്. ഇമിഗ്രേഷനൊക്കെ വളരെ ഈസി ആയിരുന്നു. എനിക്ക് തോന്നുന്നു വിത്തിൻ 15 മിനിറ്റ്സ് നമ്മൾ ഫുൾ കഴിഞ്ഞു ബാഗ് എടുത്ത് പുറത്തെത്തി. ടാക്സി നമ്മൾ ബോൾട്ടാണ് ബുക്ക് ചെയ്തത്. അസർബൈജാൻ പൊതുവേ കുറച്ച് സ്കാമിങ് കൂടുതലുള്ളൊരു കൺട്രിയാണ്. അപ്പോൾ എയർപോർട്ടിലൊക്കെ സിമ്മിന് ഭയങ്കര എക്സ്പെൻസീവ് ആയതുകൊണ്ട് നമ്മൾ എടുത്തിട്ടില്ല. അവിടെ എയർപോർട്ടിൽ സിമ്മിന് അവർ പറഞ്ഞത് 80 മന്നത്താണ്. 80 മന്നത്ത് എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് 160 ദിറംസ് വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ എയർപോർട്ടിൽ നിന്ന് തന്നെ ഗൂഗിളിൽ നിന്ന് വൈഫൈ യൂസ് ചെയ്ത് നമ്മൾ ബോൾട്ട് ബുക്ക് ചെയ്യുകയാണ് ചെയ്തത്. ടാക്സിക്ക് നല്ല ചീപ്പായിട്ട് തന്നെ കിട്ടി. പിന്നെ പൊതുവേ ഞാൻ അങ്ങനെ ട്രിപ്പൊക്കെ പോകുമ്പോൾ ഞാൻ കുറേ ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ അപ്പാർട്ട്മെൻറ്റ്സ് ആണ് എടുക്കാറ്. അതിപ്പോൾ നമുക്ക് ഇടയ്ക്കൊന്ന് കുക്ക് ചെയ്യണമെങ്കിൽ, എസ്പെഷ്യലി കിഡ്സ് ആണെങ്കിൽ നമുക്ക് കുട്ടികൾക്കുള്ള എന്തെങ്കിലും ഫുഡ് എന്തെങ്കിലും കുക്ക് ചെയ്യണമെങ്കിലൊക്കെ ഈസി ആണല്ലോ. അപ്പോൾ ഞാൻ അപ്പാർട്ട്മെൻറ്റ്സ് ആണ് എടുക്കാറ്. പക്ഷേ നൈറ്റ് ഫ്ലൈറ്റൊക്കെ ആണെങ്കിൽ ഞാൻ ഹോട്ടൽ തന്നെ ബുക്ക് ചെയ്യും. കാരണം മുന്നേ ഒരു വട്ടം ഞങ്ങൾ ഇങ്ങനെ തന്നെ യൂറോപ്പിൽ പോയ സമയത്ത് അപ്പാർട്ട്മെൻറ്റ് ബുക്ക് ചെയ്ത് നമുക്ക് ആ ലൊക്കേഷൻ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ നൈറ്റ് ആണെങ്കിൽ എപ്പോഴും ഞാൻ ഒരു ഹോട്ടലാണ് ബുക്ക് ചെയ്യുക. നമ്മൾ ഇത് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന മദീന ഹോട്ടലാണ്. വളരെ നല്ലൊരു ഹോട്ടലായിരുന്നു. ഇതിപ്പോൾ എത്തിയിട്ട് നെക്സ്റ്റ് ഡേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതാണ്. വിത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉള്ള എടുത്തത്. നല്ല വ്യൂവും ലൊക്കേഷനും ഉള്ളൊരു ഹോട്ടലാണ്. അപ്പോൾ നെക്സ്റ്റ് എല്ലാവരും റെഡിയൊക്കെ ആയിട്ട് ഇറങ്ങുകയാണ് പുറത്തേക്കൊന്ന് നോക്കാൻ എങ്ങനെയുണ്ട് എന്നൊക്കെ. ഫ്രം സെക്കൻഡ് ഡേ ഓൺവേർഡ്സ് ഞാൻ വേറൊരു ഹോട്ടലാണ് എടുത്തിട്ടുള്ളത്, ലൈക്ക് അപ്പാർട്ട്മെൻറ്റ്. അപ്പം നമ്മളിവിടെ ലഗേജ് ചെക്ക് ഔട്ട് ചെയ്തിട്ട് ലഗേജ് എല്ലാം ഇവിടെ വെച്ചിട്ട് നമ്മളിങ്ങനെ ഇറങ്ങിയതാണ്. ഫാദറൊക്കെ ഫുള്ള് ജാക്കറ്റൊക്കെ ഇട്ട് സെറ്റാക്കി ഇറങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു. നമ്മൾ ജനുവരിയിലാണ് പോയിട്ടുള്ളത്. അപ്പോൾ ഫുള്ള് ഗ്ലൗസും ഇതെല്ലാം നമ്മൾ ബാഗിൽ പാക്ക് ചെയ്തിട്ട് എടുത്തിട്ട് അങ്ങോട്ട് സിറ്റിയിലേക്ക് നടങ്ങാൻ ഇറങ്ങി. ഇവിടുത്തെ സിറ്റി ആക്ച്വലി എനിക്ക് വളരെ ഇഷ്ടമായി. നല്ല ക്ലീനും നല്ല ബ്യൂട്ടിഫുള്ളുമാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇനി ഉള്ള ഏരിയാസൊക്കെ. നമുക്ക് പോകുന്ന വഴിക്ക് സിമ്മ് എടുക്കാനുണ്ട്. നമ്മൾ സിമ്മ് എടുത്തിട്ടില്ല. ഏകദേശം ഹോട്ടലിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒന്ന് ഗൂഗിൾ മാപ്പൊക്കെ നോക്കി ഒരു ഐഡിയയും വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന നിസാമി സ്ട്രീറ്റിലേക്കാണ്. നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് ഞാൻ എടുത്തിട്ടുള്ള അവിടെയാണ് കേട്ടോ. അതാകുമ്പോൾ സ്ട്രീറ്റിൻ്റെ അടുത്താണല്ലോ. കുറച്ച് ലൈവ് ക്രിസ്മസ് മാർക്കറ്റൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് രാത്രിയൊക്കെ ഇറങ്ങാമെന്നൊക്കെ രീതിയിൽ ഞാൻ ആ ഏരിയയിലാണ് റൂം എടുത്തിട്ടുള്ളത്. പോകുന്ന വഴിക്ക് നമ്മൾ ഇങ്ങനെ നടന്ന് ബാക്കു ആയി, പിന്നെ
ഫ്യൂനിക്കുലർ ബാക്കു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊരു തരം കേബിൾ കാർ എന്നാണോ പറയുക അതോ ചെറിയ ട്രാമാണോ പറയുന്നത് എനിക്കറിയില്ല. അത് വൺ ഓഫ് ദ അട്രാക്ഷനാണ്. ഞാൻ ഡീറ്റെയിൽസ് ലിങ്കിൽ എടുത്തിട്ടുണ്ട്. ഓൺലി 1 മന്നത്തുള്ളൂ. അപ്പോൾ അത് കാർപ്പറ്റ് മ്യൂസിയം എന്ന് പറഞ്ഞ ലൊക്കേഷനിൽ നേരെ നമുക്ക് ഹൈലൻഡ് പാർക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ഏരിയ ഉണ്ട്. അങ്ങോട്ടേക്ക് ട്രാവൽ പോകാനും വരാനും പറ്റും. 2 വേ ആണ്. ബോത്ത് സൈഡ് 1 മന്നത്താണ് റേറ്റ് വരുന്നത്. ഈ ഹൈലൻഡ് പാർക്കിലേക്ക് പോകണമെങ്കിൽ നമുക്ക് കുറേ സ്റ്റെപ്പുകളൊക്കെ കയറി പോകണം. അത് അവോയ്ഡ് ചെയ്യാനും കൂടിയിട്ടാണ് ഈ ഒരു ചെറിയ ട്രാം നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. ഈ കാണുന്നതാണ് ഈ കാർപ്പറ്റ് മ്യൂസിയം ഞാൻ പറഞ്ഞ ഏരിയ. അപ്പോൾ നല്ല രസമുള്ള വ്യൂ ആണ് കേട്ടോ. നടന്ന് പോകുമ്പോഴൊക്കെ നല്ല നടക്കാൻ പറ്റിയ ക്ലൈമറ്റും പിന്നെ നല്ല ക്ലീനായിട്ട് ഇങ്ങനെ നല്ലൊരു ആംബിയൻസിൽ ഇങ്ങനെ നടക്കാൻ പറ്റും. അപ്പം നമ്മളിങ്ങനെ എൻജോയ് ചെയ്ത് നടക്കുകയാണ്. ഞാനൊരു പ്രൊഫഷണൽ ബ്ലോഗർ അല്ല, അതുകൊണ്ട് ഞാൻ മാക്സിമം എൻ്റെ പരമാവധി ട്രൈ ചെയ്യുന്നുണ്ട് എല്ലാ ഡീറ്റെയിൽസും തരാൻ. എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ ഞാൻ എനിക്ക് അറിയുന്ന പോലെ ഞാൻ റെസ്പോൺസ് തരാം. ഈ കാണുന്നതാണ് ഈ കാർപ്പറ്റ് മ്യൂസിയത്തിൻ്റെ ഓപ്പോസിറ്റ് കാണുന്നതാണ് മിനി വെന്നീസ് എന്ന് പറഞ്ഞ ഏരിയ. ഇത് ഇവിടെ ബോട്ടൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. വലിയ ടിക്കറ്റിന് റേറ്റ് ഒന്നുമില്ല. എനിക്ക് തോന്നുന്നു 5 മന്നത്ത് എന്തോ ആണ് റേറ്റ്. പക്ഷെ നമ്മൾ പോകുന്ന സമയത്ത് ഇത് ക്ലോസ്ഡ് ആണ്. നമ്മൾ കുറച്ച് നേരത്തെയായി. ഈ ടൈം എനിക്ക് തോന്നുന്നു ഒരു 8:30 ആയിരുന്നു. അപ്പോൾ ഓപ്പണൊന്നും ആയിട്ടില്ല. നമ്മൾ ജസ്റ്റ് നേരത്തെ ഇറങ്ങിയതാണ്. ഒരു സിറ്റിയിൽ വന്നാൽ അങ്ങനെയല്ല, നമ്മൾ ഫുഡിൽ എക്സ്പ്ലോർ ചെയ്യണമെന്നാണല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ മെല്ലെ നടന്ന് ഇറങ്ങി എത്തി. ഇതാണ് ഫ്യൂനിക്കുലർ എന്ന് പറയുന്ന സ്ഥലം. ഞാൻ പറഞ്ഞില്ലേ 1 മന്നത്ത് ടിക്കറ്റ്. ഇവരും ഓപ്പൺ ആയിട്ടില്ല കേട്ടോ. നമ്മൾ നേരത്തെ എത്തി. പക്ഷെ ഞാൻ കുറേ റിവ്യൂസ് വായിച്ചതിൽ കണ്ടതെന്ന് വെച്ചാൽ ആൾക്കാർ ഇവിടെ വന്ന് 2 hours ക്യൂ നിന്ന ടൈമുണ്ട്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാലത്ത് തന്നെ ഇവിടെ എത്തിയത്. അപ്പോൾ ഏതൊരു ടൂറിസ്റ്റ് പ്ലേസ് നമ്മൾ പോകുമ്പോഴും നിങ്ങളെപ്പോഴും ഒരു കാര്യം ആലോചിക്കേണ്ടത് വെച്ചാൽ നമ്മൾ നേരത്തെ എത്തിയാലും നമുക്ക് മാക്സിമം ക്രൗഡ് അവോയ്ഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ എത്തി. ഇതാ നമ്മൾ കയറാൻ പോവാണ്. ഇത് നമുക്ക് നേരെ ഹൈലൻഡ് പാർക്കിലേക്ക് ആണ് പോകുന്നത്. ഹൈലൻഡ് പാർക്ക് നമുക്ക് ഈ ട്രെയിൻ എടുത്തിട്ടും പോവാം, അല്ലെങ്കിൽ നമുക്ക് സ്റ്റെപ്പ് കയറിയിട്ടും പോവാം. പക്ഷേ സ്റ്റെപ്പ് ഇസ് ലൈക്ക് ടു ലോങ്. അപ്പോൾ ഇതായിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ. പിന്നെ നിങ്ങൾക്ക് നല്ലൊരു സീനിക് വ്യൂവും കിട്ടും ഈ ട്രെയിനിൽ പോകുമ്പോൾ. ഫാദർ വീടെടുക്കാൻ സെറ്റ് ആവുന്നുണ്ട്. 2 ആൾക്കാർ മുന്നിൽ തന്നെ സീറ്റും റിസർവ് ചെയ്തു. അപ്പോൾ മമ്മി ഇടയ്ക്കിടയ്ക്കിടെ എന്നെ ചീത്ത പറയുന്നുണ്ട്, നീ നിന്നിട്ട് വീഡിയോ എടുക്കേണ്ട വീഴുന്നൊക്കെ പറഞ്ഞിട്ട്. ഒരു ഫുള്ള് സിറ്റീൻ്റെ വ്യൂ ആണ് കേട്ടോ കാണുന്നത്. നമ്മളിത് ഞാൻ ഫുള്ള് വീഡിയോ എടുത്തിട്ടില്ല, ലോങ് ആവും എന്ന് പറഞ്ഞിട്ട്. പക്ഷെ മസ്റ്റ് വിസിറ്റാണ് ഈ ഒരു പ്ലേസ്. നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ഇതെന്തായാലും നിങ്ങൾ ആഡ് ചെയ്തോ. വൺ ഓഫ് ദ ചീപ്പസ്റ്റ് ആൻഡ് ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. ഈ ഒരു ഏരിയയിൽ തന്നെ നമുക്കൊരു ഈസിലി എനിക്ക് തോന്നുന്നൊരു 3 hours 4 hours സ്പെൻഡ് ചെയ്യാനുള്ള അട്രാക്ഷൻസ് ഉണ്ട്. മിനി വെന്നീസ്, പിന്നെ ഹൈലൻഡ് പാർക്ക്, പിന്നെ ആ ഒരു കാർപ്പറ്റ് മ്യൂസിയം, അങ്ങനെ കുറച്ച് അത്യാവശ്യം നല്ല അട്രാക്ഷൻസ്, ഒരു 3 hours 4 hours അട്രാക്ഷൻസ് ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ തിരിച്ചതാ ഹൈലൻഡ് പാർക്കിൻ്റെ സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട് മേലുള്ളത്. ഇനി നമ്മൾ ഹൈലൻഡ് പാർക്കിലേക്ക് പോവാണ്. പോകുന്ന വഴിക്കൊക്കെ കുറേ സീനിക് പ്ലേസസ് ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള ലൊക്കേഷൻസ് ഉണ്ട്, നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റിയ ലൊക്കേഷൻ ഉണ്ട്, നമുക്ക് ഇരുന്ന് ചില്ലടിക്കാൻ പറ്റിയ ലൊക്കേഷൻസ് ഉണ്ട്. അപ്പം നമ്മൾ സ്ലോ ആയിട്ട് നല്ല റിലാക്സ് ചെയ്തിട്ടാണ് ഡേ 1 ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഞാൻ ഏതൊരു കൺട്രിയിൽ പോയാലും ഡേ 1 ഞാൻ കുറച്ച് സ്ലോ ആയിട്ട് എടുക്കാനാണ് പ്രിഫർ ചെയ്യുന്നത്. കാരണം നമുക്കൊരു സിറ്റിയിലെത്തിയാൽ സിറ്റി ഒന്ന് പഠിക്കാൻ തന്നെ ഒരു ടൈം എടുക്കും. അപ്പോൾ അത് ഫസ്റ്റ് ഡേ ഈസ് ഓൾവേസ് എ സ്ലോ ഡേ. മെല്ലെ ഇങ്ങനെ റിലാക്സ് ചെയ്ത് സിറ്റിയൊക്കെ ഒന്ന് പഠിച്ച് സെറ്റിൽ ഡൗൺ ആവാനുള്ള ദിവസമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഡേ ആണ് ഞാനത് കാണിക്കുന്നത്.
സ്റ്റോപ്പ് എത്തി നമ്മൾ കുറച്ച് നടക്കുമ്പോൾ തന്നെ ഇങ്ങനെ കുറച്ച് സ്റ്റെപ്സും കുറച്ച് നല്ല ലൊക്കേഷൻസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഹൈലൻഡ് പാർക്കിലെത്തുന്നത്. ഈ ഹൈലൻഡ് പാർക്കിൽ നിന്ന് നമുക്ക് ഫുൾ വ്യൂ ആണ് കിട്ടുന്നത്. സിറ്റീൻ്റെ നല്ലൊരു വ്യൂ കിട്ടും. പക്ഷെ നല്ല തണുപ്പുണ്ടായിരുന്നു അവിടെ. പിന്നെ നല്ല കാറ്റുണ്ടായിരുന്നു. ഈ ഒരു ടൈമിൽ നേരത്തെ പോയതുകൊണ്ട് നമുക്കധികം ക്രൗഡഡ് അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ലൊരു ഫോട്ടോസും കുറച്ച് നേരം നന്നായിട്ട് സ്പെൻഡും ചെയ്യാൻ പറ്റിയ ടൈം. കുറച്ച് വെയിൽ വന്നുകൊണ്ട് കുറച്ചൊരു തണുപ്പിനൊരു ആശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു 3 ഡിഗ്രി 2 ഡിഗ്രി ഒക്കെ ആയിരുന്നു. പക്ഷെ നല്ല കാറ്റുണ്ടായിരുന്നു ഈ ഒരു ടൈമിൽ. എൻ്റെ ഒരു പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഡേ 1 ഞാൻ വെറും സിറ്റിയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. സിറ്റി ടൂർ ലൈക്ക് നിസാമി സ്ട്രീറ്റ്, പിന്നെ ഈ ഹൈലൻഡ് പാർക്ക്, ഈ ഏരിയാസ്, ഓൾഡ് സിറ്റിയൊക്കെയാണ് ഡേ 1 ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഡേ 2 ആണ് നമ്മൾ ഷഹദാഗ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഷഹദാഗിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഇടുന്നതാണ്. പക്ഷെ ഞാൻ റഫായിട്ട് പറഞ്ഞു തരാം. ഡേ 2 ഞങ്ങളൊരു പ്രൈവറ്റ് കാർ ബുക്ക് ചെയ്തിട്ട് ഷഹദാഗിലേക്ക് പോയതാണ്. അവിടെ ഒരു 1 ഡേ സ്പെൻഡ് ചെയ്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ സ്റ്റേ ചെയ്യാം. ബട്ട് ഞാൻ 5 ഡേയ്സ് പ്ലാൻ ആയതുകൊണ്ട് പോയി വന്നതാണ്. ബട്ട് ഇറ്റ് വാസ് നോട്ട് ടയറിങ് അറ്റ് ഓൾ. നമ്മളെല്ലാവരും നന്നായി എൻജോയ് ചെയ്ത് ഇതിലൊക്കെ ഫുൾ ഡേ ട്രിപ്പ് ആയിരുന്നു. ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഷഹദാഗിൻ്റെ വീഡിയോയിലിടാം. പിന്നെ അത് കഴിഞ്ഞ് ഡേ 3 ഞങ്ങൾ ഗബാലയാണ് പോയത്. ഗബാലയും നമ്മൾ ഡേ ട്രിപ്പ് അടിച്ച് വന്നതാണ്. അത് ഞാൻ വിസിറ്റ് എ സിറ്റി ആപ്പിൽ നിന്ന് ഒരു ടൂർ ബുക്ക് ചെയ്താണ്, ഗ്രൂപ്പ് ടൂർ. അതിൻ്റെ ഡീറ്റെയിൽസും ഞാൻ വരുന്ന വീഡിയോയിലിടാം. എൻ്റെ സിസ്റ്റർ കഴിഞ്ഞ മാസം വന്ന സമയത്ത് അവർ സ്വന്തം റെൻ്റക്കാർ എടുത്ത് ഡ്രൈവ് ചെയ്തായിരുന്നു. നമ്മൾ നോർമലി റെൻ്റക്കാർ എടുക്കാറുണ്ട്. പക്ഷെ ഞാൻ ഈ പ്രാവശ്യം നല്ല വിൻ്ററും ആണ്. പിന്നെ ഈ റോഡിൽ സ്നോ ഒക്കെ ഉണ്ടെങ്കിൽ ഡ്രൈവിംഗ് ഈസ് നോട്ട് ദാറ്റ് സേഫ്. അതുകൊണ്ട് പിന്നെ എല്ലാവരും ഇത്രയും ആൾക്കാരുള്ളതും കൂടി കൺസിഡർ ചെയ്ത് സേഫ്റ്റിയും കൂടി ചിന്തിച്ചപ്പോഴാണ് ഞങ്ങൾ ഈ പ്രാവശ്യം റെൻ്റക്കാറിൻ്റെ ഓപ്ഷൻ ഡ്രോപ്പ് ചെയ്തത്. ബട്ട് ഇറ്റ് വാസ് എ ഗുഡ് ഡിസിഷൻ. നമുക്ക് ഈ ട്രിപ്പ് എടുത്തതാണ് കുറച്ചും കൂടി ബെറ്ററായി തോന്നിയത്. എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഗബാലിൻ്റെയും ഷഹദാഗിൻ്റെയും സെപ്പറേറ്റ് വീഡിയോ ആയിട്ടിടും. അങ്ങനെ നമ്മൾ അവിടുന്ന് നടന്ന് നിസാമി സ്ട്രീറ്റിലെത്തിയിരിക്കുന്നു. ഈ കാണുന്നതാണ് ഫൗണ്ടെയിൻ സ്ക്വയർ. ഇതൊക്കെ നിസാമി സ്ട്രീറ്റിൽ അടുത്ത് തന്നെയാണ് വരുന്നത്. നമ്മൾ നെക്സ്റ്റ് റൂം എടുത്തുള്ളത് ഈ ഒരു ഏരിയയിലാണ്. കുറച്ചും കൂടി ഹാപ്പനിങ്സ് പ്ലേസ് ആണത്. നമ്മൾ പോയ സമയം ജനുവരി ആയതുകൊണ്ട് തന്നെ ക്രിസ്മസ് മാർക്കറ്റൊക്കെ സെറ്റായിട്ടുണ്ടായിരുന്നു അവിടെ. അപ്പോൾ അതും കൂടി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു ചാൻസ് കിട്ടി. നിസാമി സ്ട്രീറ്റിനെ കുറിച്ച് പറഞ്ഞാൽ നല്ല ഹാപ്പനിങ് പ്ലേസ് ആണ്. ബട്ട് അറ്റ് സെയിം ടൈം ഇറ്റ്സ് വെരി എക്സ്പെൻസീവ്. എനിക്ക് നന്നായിട്ട് എക്സ്പെൻസീവായി തോന്നി. നമ്മുടെ എസ്പെഷ്യലി ഫുഡൊക്കെ ഇറ്റ്സ് ക്വൈറ്റ് എക്സ്പെൻസീവ്. അവിടുന്ന് സ്ട്രീറ്റിൽ നിന്ന് ഒരു 5 മിനിറ്റ്സ് നടന്നാൽ കുറച്ച് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അവിടെ അറ്റ്ലീസ്റ്റ് കുറച്ചെങ്കിലും അഫോർഡബിൾ ആയിട്ട് എനിക്ക് തോന്നി. ചീപ്പാന്ന് പറയാൻ പറ്റില്ല, ബട്ട് ഇറ്റ്സ് അഫോർഡബിൾ കമ്പയർഡ് ടു നിസാമി സ്ട്രീറ്റ്. നമ്മൾ ജോർജിയ ആയാലും അർമേനിയ ആയാലും അങ്ങനത്തെ കൺട്രീസ് പോലെ എനിക്ക് ബാക്കു തോന്നിയില്ല. ബാക്കു കമ്പാരിറ്റീവ്ലി നല്ല എക്സ്പെൻസീവ് ആയിരുന്നു, എസ്പെഷ്യലി ഫുഡായാലും ആക്ടിവിറ്റീസ് ആയാലും. പിന്നെ വേറൊരു കാര്യം പറഞ്ഞാൽ നല്ല സേഫായിട്ട് എനിക്ക് തോന്നി. ഫുൾ ടൈം പോലീസ് ഉണ്ടായിരുന്നു. സ്ട്രീറ്റ്സിലും അവിടെ എവിടെ ആയിട്ട് ഫുൾ ടൈം പോലീസ് ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് സ്കാമേഴ്സ് കൂടുതലാണ്. ടൂറിസ്റ്റാന്ന് പറഞ്ഞാൽ നിങ്ങളെ നന്നായി സ്കാം ചെയ്യാൻ നോക്കും. അതുകൊണ്ട് നന്നായി സൂക്ഷിക്കുക. ഈ കാണുന്ന ടെഡ്ഡി ബിയർ, സ്നോമാനൊക്കെ അവർ നിങ്ങളെ ഫോഴ്സ് ചെയ്യും വന്നിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ. പക്ഷെ ഫോട്ടോ എടുത്താൽ പിന്നെ നല്ല രീതിയിലുള്ള പൈസ അവർ ചാർജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊന്നും നോക്കുക. ആ ഒരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ ഓൾമോസ്റ്റ് ലഞ്ചിൻ്റെ ടൈം ആയിട്ടുണ്ട്. നമുക്ക് നല്ല രീതിയിൽ തന്നെ വിശക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് നമ്മൾ അധികം നോക്കാൻ നിന്നില്ല. ഫസ്റ്റ് തന്നെ കണ്ട ഒരു ഡോൽമ റെസ്റ്റോറൻറ്റ്, അതിലേക്ക് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഞാൻ ഒരു സ്ഥലത്ത് പോയാൽ ആദ്യമേ ഞാൻ ട്രിപ്പ് അഡ്വൈസറൊക്കെ എടുത്ത് അത്യാവശ്യം റിവ്യൂസൊക്കെ വായിക്കും കേട്ടോ. ഇത് ഞാൻ റിവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു നല്ലതാണെന്ന്. ബട്ട് അറ്റ് ദ സെയിം ടൈം എക്സ്പെൻസീവ് ആണെന്നും കണ്ടിട്ടുണ്ടായിരുന്നു. ബട്ട് ദെൻ ഇറ്റ്സ് ദ ഫസ്റ്റ് ഡേ. നമുക്കിനി വേറെ ഓപ്ഷൻസ് നോക്കി നടക്കാനുള്ള ടൈമില്ലാത്തതുകൊണ്ട് നമ്മൾ വിചാരിച്ചു എന്തായാലും ഒരു ടൈം ട്രഡീഷണൽ ഫുഡ് ഒന്ന് ട്രൈ എന്ന രീതിയിൽ നമ്മൾ ഈ അസർബൈജാൻ റെസ്റ്റോറൻറ്റിൽ ഒന്ന് കയറി ട്രൈ ചെയ്താണ്. ഫുഡൊക്കെ വളരെ നന്നായിരുന്നു. നല്ല ക്വാളിറ്റി ഫുഡായിരുന്നു.
വൺ ടൈം ട്രൈ ഇസ് എ മസ്റ്റ്. എനിക്ക് ഫുഡ് നല്ല ഇഷ്ടമായി. പിന്നെ നമ്മൾ എവിടെ പോയാലും അവിടുത്തെ ഒരു ട്രഡീഷണൽ ഫുഡ് ട്രൈ ചെയ്യണ എനിക്കൊരു മസ്റ്റുള്ളൊരു കാര്യമാണ്. നമ്മൾ അവരുടെ കൾച്ചറും അവരുടെ ഫുഡൊക്കെ അറിഞ്ഞിരിക്കണമല്ലോ. ഇവിടെ നമ്മൾ 6 ആൾക്ക് കഴിച്ചതിന് എനിക്ക് തോന്നുന്നു അപ്രോക്സിമേറ്റ്ലി ഒരു 500 ദിറംസിൻ്റെ അടുത്തായി, വിച്ച് ഇസ് 250 മന്നത്ത്. ഇന്ത്യൻ റുപ്പീസ് പറഞ്ഞാൽ മേ ബി ഐ ക്യാൻ സേ 13,000 റുപ്പീസ്. പക്ഷേ ഇറ്റ്സ് ഓക്കെ, ഇറ്റ് വാസ് വർത്ത്. ഫുഡ് വളരെ നല്ലതായിരുന്നു. പിന്നെ നമ്മൾ വിശന്ന് എത്തിയതുകൊണ്ട് കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലായി തോന്നി. ആൻഡ് അങ്ങനെ കാണാമല്ലോ, നല്ല സ്പെഷ്യൽ രീതിയിൽ അയാൾ നമുക്ക് എൻ്റർടൈൻ ചെയ്തിട്ടൊക്കെയാണ് ഫുഡൊക്കെ സെർവ് ചെയ്തിരുന്നത്. ഇറ്റ് വാസ് എ ഗുഡ് എക്സ്പീരിയൻസ്. അങ്ങനെ ലഞ്ചൊക്കെ കഴിഞ്ഞ് നമ്മൾ റൂമിൽ പോയി കുറച്ച് നേരം റിലാക്സ് ചെയ്തു. ഞാൻ അതിൻ്റെ വീഡിയോ ഇട്ടില്ല കേട്ടോ, ഭയങ്കര ടയേർഡായിപ്പോയി. നമ്മളെല്ലാവരും ഒരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് വൈകിട്ട്, എനിക്ക് തോന്നുന്നത് ഇതൊരു 6 മണിയാണ്, സൺസെറ്റ് അപ്പോഴേക്കും ആയി, ക്രിസ്മസ് മാർക്കറ്റിലേക്ക് ഇറങ്ങി. അടിപൊളി ആംബിയൻസ് ആയിരുന്നു. സംഭവം കൺട്രി എക്സ്പെൻസീവ് ഒക്കെ ആണെങ്കിലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം ക്രിസ്മസ് മാർക്കറ്റ് ഞാൻ ആംസ്റ്റർഡാമും ബ്രസൽസിലും പോയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ക്രിസ്മസ് മാർക്കറ്റിന് ഞാൻ ആംസ്റ്റർഡാമും ബ്രസൽസും പോയിട്ടുണ്ടായിരുന്നു. ഇത് ഏകദേശം എനിക്ക് അതേ വൈബായി തോന്നി കേട്ടോ. ഈ കൺട്രി കുറച്ച് എക്സ്പെൻസീവ് ആണെങ്കിലും ഇറ്റ്സ് എ മസ്റ്റ് വിസിറ്റ്. അറ്റ്ലീസ്റ്റ് നിങ്ങൾ വൺ ടൈമെങ്കിലും. എന്തായാലും യൂറോപ്യൻ കൺട്രീസിൻ്റെ അത്ര എക്സ്പെൻസീവ് അല്ല. ആസ് ഐ സെഡ്, ജോർജിയ ആൻഡ് അർമീനിയയെക്കാളും കുറച്ചും കൂടി എക്സ്പെൻസീവ് ആണ്. ബട്ട് യൂറോപ്യൻ കൺട്രീസിൻ്റെ അത്ര എക്സ്പെൻസീവ് അല്ല. നിങ്ങൾക്ക് കുട്ടികളെ ആയിട്ടും അല്ലെങ്കിൽ പാരൻസിനെ ആയിട്ടൊക്കെ വരുമ്പോൾ, ഗ്രൂപ്പൊക്കെ ആയിട്ട് വരുമ്പോൾ കുറച്ചും കൂടി നല്ലത് ഇങ്ങനത്തെ ഒരു കൺട്രി തന്നെയായിരിക്കും. അപ്പോൾ ഒരു ലോങ് ഡേ ആയിരുന്നു. നമ്മളങ്ങനെ കുറച്ച് നേരം ക്രിസ്മസ് മാർക്കറ്റിലേക്ക് ഇറങ്ങി ചെറുതായിട്ട് കുറച്ച് സ്നാക്സൊക്കെ വാങ്ങി നമ്മൾ തിരിച്ച് റൂമിൽ പോയിട്ട് നല്ലൊരു റെസ്റ്റ് എടുത്തു. നാളെ ഒരു ലോങ് ഡേ ആണ്. ഷെഹദാഗ് പ്ലാൻ ചെയ്ത ഏർലി മോർണിംഗ് നമുക്ക് 7 o'clock പിക്കപ്പ്. അപ്പോൾ ഷെഹദാഗിൻ്റെ വീഡിയോ ഞാൻ ഫുൾ ഡീറ്റെയിൽസ് വിത്ത് റേറ്റ്സ് ആൻഡ് ആക്ടിവിറ്റീസ് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഇടുന്നതാണ്. സോ സ്റ്റേ ട്യൂൺഡ് ആൻഡ് ബൈ.